ഹായ് ഓൾ, വെൽക്കം ടു ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസ്. ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ UGC നെറ്റ് പേപ്പർ 1 കുറച്ച് PYQs ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മുടെ ഡിസംബർ 2024 ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ ടൂളുകൾ തന്നിട്ടുണ്ട്. ലിസ്റ്റ് 2 അതിന്റെ യൂസസ് ആണ് തന്നിട്ടുള്ളത്. A Kahoot, online collaborative space or virtual wall to share the content. Padlet, virtual science lab. Labster, content plagiarism checker. Turnitin, quizzes and real time assessment. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നമുക്ക് 4 ഓപ്ഷൻസും തന്നിട്ടുണ്ട്. ഇത് നമുക്കറിയാം, ഡിജിറ്റൽ ടൂളുകൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുള്ള പലതരത്തിലുള്ള ടൂളുകളിൽ നിന്നും പല രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന സമയത്ത് അതിലുള്ള കാണുന്ന ടൂളുകളെല്ലാം തന്നെ നോട്ട് ചെയ്ത് വെച്ച് അതിന്റെ യൂസസും പഠിച്ചു വെക്കുക. മാച്ച് ദ ഫോളോയിങ് ആയിട്ടും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടും കോമ്പിനേഷനിൽ ഓപ്ഷൻ വരുന്ന ചോദ്യങ്ങളായിട്ടും ഒക്കെ തന്നെ ടൂളുകളിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. ഇപ്പം ഈ ഒരു ചോദ്യത്തിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും 1-2 ഓപ്ഷൻസ് അറിയാമെങ്കിൽ ശരിയാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഇപ്പോ ടേണിറ്റിനൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഒരു അക്കാദമിക് ഏരിയയിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു ടൂള് തന്നെയാണ് അല്ലെ. പ്ലാഗറിസം ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾ അല്ലേ ടേണിറ്റിൻ. അത് അറിയാമെങ്കിൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താം. അപ്പോൾ ഡി എന്ന് പറയുന്നത് 3 ആണെന്ന് അറിയാമെങ്കിൽ, ടേണിറ്റിൻ എന്ന് പറയുന്നത് പ്ലാഗറിസം ചെക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ടൂൾ ആണെന്ന് അറിയാമെങ്കിൽ തന്നെ ആൻസർ ശരിയാക്കാനായിട്ട് പറ്റും. ഓപ്ഷൻ സിയിലേക്ക് നമുക്ക് എത്താം. അപ്പോൾ ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. A4, B1, C2 ആൻഡ് D3. കാഹൂട്ട് എന്ന് പറയുന്നത് ക്വിസസ് അല്ലെങ്കിൽ റിയൽ ടൈം അസസ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ടൂൾ ആണ്. പാഡ്ലെറ്റ് എന്ന് പറയുന്നത് ഒരു കൊളാബറേറ്റീവ് സ്പേസ് അല്ലെങ്കിൽ ഒരു വിർച്വൽ വോൾ ആണ് കണ്ടന്റുകൾ ഷെയർ ചെയ്യാനുള്ള. ലാബ്സ്റ്റർ ഒരു വിർച്വൽ സയൻസ് ലാബും ടേണിറ്റിൻ പ്ലാഗറിസം ചെക്കറും ആണെന്നുള്ളതാണ് നമ്മുടെ ആൻസറിൽ ഉള്ളത്. അപ്പോൾ ടൂളുകൾ ഒരുപാട് ടൈപ്പ് ഉണ്ട്. അപ്പൊ അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെച്ച് കൃത്യമായിട്ട് പഠിക്കാം. നമുക്കിപ്പോ ജസ്റ്റ് ഈ 4 ടൂളുകൾ എന്താണെന്നൊന്ന് നോക്കി പോകാം. കാഹൂട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ഗെയിം ബേസ്ഡ് ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ്. ക്വിസുകൾക്ക് വേണ്ടിയിട്ടും പോൾസ്, ഡിസ്കഷൻസ്, സർവീസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ക്ലാസ് റൂംസ്, ട്രെയിനിങ് സെഷൻസ് ആൻഡ് ഓൺലൈൻ ലേണിംഗ് ടു മേക്ക് ലേണിംഗ് ഫൺ ആൻഡ് എൻഗേജിങ്. ഗെയിം ബേസ് ചെയ്തുകൊണ്ട് ലേണിംഗ് എൻഗേജ് ആക്കാൻ അല്ലെങ്കിൽ ലേണിംഗ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ, ഫൺ ആക്കാൻ ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ക്ലാസ് റൂമുകളിലും അതുപോലെ ട്രെയിനിങ് സെഷൻസ് അല്ലെങ്കിൽ ലേണിംഗ് സെഷൻസിലൊക്കെ തന്നെയും യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ടൂളാണ് കാഹൂട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഒരു ഗെയിം ബേസ്ഡ് ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ്. അതുപോലെ തന്നെ അസസ്മെന്റും നടക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് കാഹൂട്ട് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. അടുത്തത് പാഡ്ലെറ്റ് ആണ്. പാഡ്ലെറ്റ് ഈസ് എ ഡിജിറ്റൽ കൊളാബറേഷൻ ആൻഡ് ബുള്ളറ്റിൻ ബോർഡ് ടൂൾ വെയർ പോസ്റ്റ് ടെക്സ്റ്റ്, ഇമേജസ്, ലിങ്ക്, വീഡിയോസ്, ഡോക്യുമെന്റ്സ് ആൻഡ് മോർ on a shared virtual space like a sticky note board online. ബുള്ളറ്റിൻ ബോർഡ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. നമ്മളിപ്പോ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പഠിച്ച സമയത്തൊക്കെ നമ്മൾ ബുള്ളറ്റിൻ ബോർഡുകൾ ഉപയോഗിച്ചിട്ടുള്ളവരാണ്. അപ്പൊ പാഡ്ലെറ്റ് എന്ന് പറയുന്നതും ബുള്ളറ്റിൻ ബോർഡ് തന്നെയാണ്. പക്ഷെ ഇത് എന്താണ്, ഒരു വിർച്വൽ ബുള്ളറ്റിൻ ബോർഡ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓൺലൈനിൽ നമുക്കൊരു ബുള്ളറ്റിൻ ബോർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയിരിക്കും, അതാണ് പാഡ്ലെറ്റ്. ഇവിടെ നമുക്ക് ടെക്സ്റ്റുകള്, ഇമേജസ്, വീഡിയോസിന്റെ ലിങ്കുകള്, ഡോക്യുമെന്റ്സ് ഒക്കെ തന്നെയും എന്ത് ചെയ്യാനായിട്ട് പറ്റും, പോസ്റ്റ് ചെയ്യാനും അത് മറ്റുള്ളവരുമായിട്ട് അതുവഴി ഷെയർ ചെയ്യാനും സാധിക്കുന്ന തരത്തിലുള്ള, അതിനൊക്കെ നമ്മളെ എനേബിൾ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടൂളാണ് പാഡ്ലെറ്റ് എന്ന് പറയുന്നത്. ഒരു വിർച്വൽ ബുള്ളറ്റിൻ ബോർഡാണ് പാഡ്ലെറ്റ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. പിന്നെ ലാബ്സ്റ്റർ പറയുന്നുണ്ട്. ലാബ്സ്റ്റർ എന്ന് പറയുന്നത് ഒരു വിർച്വൽ സയൻസ് ലാബ് ആൻഡ് സിമുലേഷൻസ് ഫോർ സ്റ്റുഡൻസ് അലോവിംഗ് ദം ടു പെർഫോം എക്സ്പെരിമെന്റ്സ് ഓൺലൈൻ ഇൻ എ റിയലിസ്റ്റിക് ഇന്ററാക്റ്റീവ് എൻവയോൺമെന്റ്. അപ്പോൾ കൂടുതലും സ്റ്റുഡൻസിന് ഒരു വിർച്വലി എക്സ്പെരിമെന്റുകളൊക്കെ കണ്ടക്ട് ചെയ്യാനും ഒരു റിയലിസ്റ്റിക് എൻവയോൺമെന്റിൽ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ എക്സ്പെരിമെന്റുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ടൊക്കെ സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ടൂളാണ് ലാബ്സ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ അടുത്തത് ടേണിറ്റിൻ ആണ്. ടേണിറ്റിൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു ഓൺലൈൻ
പ്ലാഗറിസം ഡിറ്റക്ഷൻ ടൂൾ ആണ്, യൂസ്ഡ് പ്രൈമർലി ഇൻ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സ് ടു ഐഡന്റിഫൈ പൊട്ടൻഷ്യൽ ഇൻസ്റ്റൻസസ് ഓഫ് പ്ലാഗറിസം ആൻഡ് പ്രൊമോട്ട് അക്കാദമിക് ഇന്റഗ്രിറ്റി. അപ്പോൾ ഇത്രയും ഓർത്ത് വെക്കുക. ഇത് കൂടാതെ ടൂളുകളെല്ലാം തന്നെ ലിസ്റ്റ് ചെയ്ത് വെച്ച് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഒരു 2 മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു ഏരിയ ആണ് ഡിജിറ്റൽ എഡ്യൂക്കേഷണൽ ടൂൾ എന്നുള്ള ഏരിയ. ഓക്കെ, നമ്മുടെ അടുത്ത ചോദ്യം, എ ഫിനോമിന ഇൻ വിച്ച് എക്സ്പോഷർ ടു എ വേർഡ് ഓർ കോൺസെപ്റ്റ് later make it easier to recall related information even when one has no conscious memory of the word or concept. ഇവിടെ ഏതോ ഒരു കോൺസെപ്റ്റിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. അത് ഏത് കോൺസെപ്റ്റ് ആണെന്നാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓപ്ഷൻസ് ആയിട്ട് എക്സ്പ്ലിസിറ്റ് മെമ്മറി, പ്രൈമിംഗ്, ഇംപ്ലിസിറ്റ് മെമ്മറി ആൻഡ് ഡിക്ലറേറ്റീവ് മെമ്മറി, ഇങ്ങനെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. മെമ്മറി എന്നുള്ള ഏരിയ ശരിക്കും പറഞ്ഞാൽ ഹ്യൂമൻ മെമ്മറി, അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ടീച്ചിങ്ങിന്റെ ഭാഗത്ത്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള യൂണിറ്റിൽ വരുന്ന ഒരു മോസ്റ്റ് ആയിട്ട് അവരിപ്പോ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഏരിയ തന്നെയാണ് ഹ്യൂമൻ മെമ്മറി. അതും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾക്ക് ഏതെങ്കിലും വേർഡുകളിലോ കോൺസെപ്റ്റുകളോടോ ഉള്ള എക്സ്പോഷർ പിന്നീട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻസ് റീകോൾ ചെയ്യാൻ കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ട് ഇല്ലാതെ അല്ലെങ്കിൽ കോൺഷ്യസ് മെമ്മറി ഇല്ലാതെ തന്നെ നമുക്ക് റീകോൾ ചെയ്യാൻ അത് നമ്മളെ സഹായിക്കുന്നു. ഏത് തരത്തിലുള്ള ഒരു ഫിനോമിന അല്ലെങ്കിൽ എന്ത് കോൺസെപ്റ്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്നതെന്നാണ് ചോദ്യം. നമ്മൾക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോ നമുക്ക് പെട്ടെന്ന് ബ്രെഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ജാമോ ബട്ടറോ ഓർമ്മ വരില്ലേ? അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ ഒരു സിറിഞ്ച്, അല്ലെങ്കിൽ ഒരു നഴ്സിനെ കണ്ടാൽ നഴ്സിന്റെ കയ്യിലുള്ള ഒരു എന്താ പറയാ സിറിഞ്ചൊക്കെ ഓർമ്മ വരില്ലേ? അതൊക്കെ വേണമെങ്കിൽ നമുക്ക് പ്രൈമിങ്ങിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇപ്പൊ പർട്ടിക്കുലർ ആയിട്ടുള്ള ചില കളറുകൾ, ഇപ്പൊ യെല്ലോ കളർ അല്ലെങ്കിൽ റെഡ് കളർ, ഇതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ നിരന്തരം കാണുന്നതാണ്. പക്ഷെ കൂടുതലായിട്ടും നമുക്ക് ഈ കളറുകൾ കാണുന്ന സമയത്ത് റീകോൾ ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാ? ഇപ്പൊ റെഡ് കാണുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് നമുക്കൊരു റെഡ് റോസ് അല്ലെങ്കിൽ ഒരു ആപ്പിള്, അല്ലെ? യെല്ലോ കാണുന്ന സമയത്ത് നമ്മൾക്ക് നമ്മുടെ മനസ്സിൽ ഒരു ബനാന അല്ലെങ്കിൽ ഒരു ഫ്ലവർ, യെല്ലോ ഫ്ലവർ. ഓറഞ്ച് എന്ന് പറയുന്ന കളർ കാണുന്ന സമയത്ത് പെട്ടെന്ന് ഓറഞ്ച് ഓർമ്മ വരിക. ഇങ്ങനെയുള്ള അത് നമ്മൾ വേണമെന്നേ കോൺഷ്യസ് ആയിട്ടുള്ള മെമ്മറിന്ന് റീകോൾ ചെയ്ത് എടുക്കുന്നതല്ല, അതങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. അപ്പൊ ഈ ഒരു ഫിനോമിനൻ എന്താണ് പറയുന്നതെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് പ്രൈമിംഗ് ആണ് കേട്ടോ. പ്രൈമിങ്ങിനെയാണ് ഈ പറയുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് മെമ്മറിയുടെ ഭാഗമാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ജസ്റ്റ് നമ്മൾ ഈ ഓപ്ഷൻസിലൂടെ ഒന്ന് കടന്നു പോകാം. മെമ്മറിയിൽ തന്നെ നമുക്ക് ലോങ് ടേം മെമ്മറി ഉണ്ട്, അതുപോലെ തന്നെ ഷോർട്ട് ടേം മെമ്മറി ഉണ്ട്. നിങ്ങൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എഴുതി വെച്ച് പഠിക്കാം. ഇപ്പൊ നമുക്ക് ജസ്റ്റ് എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്താണെന്നും പ്രൈമിംഗ് എന്താണെന്നും അതുപോലെ ഇംപ്ലിസിറ്റ് മെമ്മറി എന്താണെന്നും ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനെ തന്നെയാണ് ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് പറയാം. ഒരു ലോങ് ടേം മെമ്മറിയുടെ ഒരു ടൈപ്പാണ്. നമുക്ക് ഷോർട്ട് ടേം മെമ്മറി ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ ലോങ് ടേം ഉണ്ട്. അതിൽ ലോങ് ടേം മെമ്മറിയിൽ വരുന്ന 2 ടൈപ്സ് ആണ് എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് മെമ്മറി. ഓക്കെ, അപ്പോൾ എക്സ്പ്ലിസിറ്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇൻവോൾവ് കോൺഷ്യസ് റീകോൾ. നമ്മൾ ഒരു കാര്യം കോൺഷ്യസ്ലി റീകോൾ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ എക്സ്പ്ലിസിറ്റ് മെമ്മറിയിലാണ്. അതായത് നമ്മൾ ആക്റ്റീവായിട്ട് ഒരു കാര്യം ആലോചിച്ചെടുത്ത് അപ്ലൈ ചെയ്യില്ലേ? ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഒരു ചോദ്യത്തിനെ നേരിടണമെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇരുന്ന് ആലോചിക്കണം, അല്ലെ? നമ്മളത് ആലോചിച്ചാലാണ് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. അൺകോൺഷ്യസ് ആയിട്ട് നമ്മൾ അറിയാതെ തന്നെ ആൻസർ ഇങ്ങനെ ഒഴുകി വരില്ല, അല്ലെ? അത് കോൺഷ്യസ് അപ്പായിട്ട് ആവശ്യമുള്ള അല്ലെങ്കിൽ ഡെലിബറേറ്റ് ആയിട്ട് നമ്മൾ ഓർത്തെടുക്കേണ്ട കാര്യങ്ങളാണ് എക്സ്പ്ലിസിറ്റ് മെമ്മറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത് എപ്പിസോഡിക് മെമ്മറി, സെമാന്റിക് മെമ്മറി, ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി. ഇത് 3ആണ്. ഈ 3 ടൈപ്സ് ഓഫ് മെമ്മറി എന്താണെന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം, ചോദിക്കാറുണ്ട്. അപ്പൊ അത് ലോങ് ടേം മെമ്മറിക്ക് എക്സാമ്പിൾ ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. അതുപോലെ ലോങ് ടേം മെമ്മറിക്ക് പറയുന്ന ലോങ് ടേം മെമ്മറിയിലെ ഒരു ടൈപ്പാണ് എക്സ്പ്ലിസിറ്റ് മെമ്മറി. അതിന് പറയുന്ന മറ്റൊരു പേരാണ് ഡിക്ലറേറ്റീവ് മെമ്മറി. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. പ്രൈമിംഗ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രൈമിംഗ് എന്ന് പറയുമ്പോൾ when prior exposure to a stimulus make it easier or faster to recognize or respond to a related stimulus later without conscious awareness. കോൺഷ്യസ് അവയർനെസ് ഇല്ലാതെ തന്നെ അല്ലെങ്കിൽ കോൺഷ്യസ്ലി നമ്മൾ ഒരു കാര്യം റീകോൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് പ്രയർ ആയിട്ടുള്ള ഒരു സ്റ്റിമുലിയിലുള്ള നമ്മുടെ എക്സ്പോഷർ നമ്മളെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ട്
ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതെന്ന് പറയുന്നത് പ്രൈമിംഗ് ആണ്. പ്രൈമിംഗ് എന്ന് പറയുന്നത് ഇംപ്ലിസിറ്റ് മെമ്മറിയുടെ ഒരു ടൈപ്പ് ആണ്. ഇംപ്ലിസിറ്റ് മെമ്മറിന് പറയുന്ന വേറൊരു പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോൺ ഡിക്ലറേറ്റീവ് മെമ്മറി എന്നാണ് ഇംപ്ലിസിറ്റ് മെമ്മറിനെ പറയുക. ഇതും ലോങ് ടേം മെമ്മറിയുടെ തന്നെ ഒരു ടൈപ്പ് ആണ്. പക്ഷെ അൺകോൺഷ്യസ്ലി ആണ് ഇത് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത് ഓർത്ത് വെച്ചേക്കാം. എക്സാമ്പിളില് പ്രൈമിംഗ് ഉണ്ട്, പ്രൊസീജറൽ മെമ്മറി ഉണ്ട്, ക്ലാസിക്കൽ കണ്ടീഷനിങ് ഉണ്ട്. പ്രൊസീജറൽ മെമ്മറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൂടുതലായിട്ടും മോട്ടോർ സ്കില്ലുകളൊക്കെ വരുന്നത് പ്രൊസീജറൽ മെമ്മറിയിലാണ്. കാർ ഓടിക്കുന്നു, സൈക്കിൾ ഓടിക്കുന്നു, ഇതൊന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആലോചിച്ചെടുത്ത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ അല്ലെ. നമ്മൾ അൺകോൺഷ്യസ് ആയിട്ട് തന്നെയല്ലേ ഇപ്പൊ കാർ ഓടിക്കുന്ന സമയത്ത് ഗിയർ മാറ്റുന്നത്. നമ്മൾ ചിന്തിച്ചാണോ ഗിയർ മാറ്റുന്നത്? നാച്ചുറലി നമ്മുടെ കൈ എന്ത് ചെയ്യും, അതിനോട് സെറ്റ് ആവും. കൈയല്ല, നമ്മുടെ മെമ്മറി അതിനോട് അഡാപ്റ്റ് ആവും. അപ്പൊ കോൺഷ്യസ് എഫേർട്ട് ഇല്ലാതെ തന്നെ അൺകോൺഷ്യസ്ലി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അതിനെയാണ് പ്രൊസീജറൽ മെമ്മറി എന്ന് പറയുന്നത്. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതും ഇംപ്ലിസിറ്റ് മെമ്മറിയുടെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഓർത്ത് വെച്ചേക്കുക. ഇത്രയാണ് ഹ്യൂമൻ മെമ്മറിയിൽ വരുന്ന, ഇത്രയല്ല വരുന്നത്, ഇനിയുണ്ട്. അപ്പൊ നിങ്ങൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. നമ്മൾ ഓപ്ഷൻസിലൂടെ കടന്നു പോകുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പുതിയതായിട്ട് അറിയാനായിട്ട് പറ്റുന്നത്. അടുത്തത് മൂന്നാമത്തെ ചോദ്യം. എ സ്റ്റഡി ദാറ്റ് ഇൻവോൾവ് മാനിപ്പുലേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ടു അസസ് ഇഫ് ദേ കോസ് എ ചേഞ്ച് ഇൻ ദ ഡിപെൻഡന്റ് വേരിയബിൾ റിലേറ്റ്സ് ടു. നമ്മൾ ഒരു സ്റ്റഡി നടത്തുന്ന സമയത്ത് അവിടെ നമുക്ക് 2 ടൈപ്സ് ഓഫ് വേരിയബിൾസ് ഉണ്ട്. ശരിക്കും നമ്മൾ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളിനെയും ഒരു ഡിപെൻഡന്റ് വേരിയബിളിനെയും ആണ് പഠിക്കുന്നത്. ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ ആണ് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. മാനിപ്പുലേറ്റ് ചെയ്യാൻ എല്ലാ ടൈപ്സ് ഓഫ് റിസർച്ചിലും നമുക്ക് പറ്റില്ല. അപ്പോൾ ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഏത് ടൈപ്പ് ഓഫ് റിസർച്ചിലാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതും ടൈപ്സ് ഓഫ് റിസർച്ചിനകത്ത് നിന്ന് വരുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എക്സ്പെരിമെന്റൽ റിസർച്ച്, ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച്, ആർക്കൈവൽ റിസർച്ച് ആൻഡ് കേസ് സ്റ്റഡി. ഇപ്പൊ റിസർച്ചിന്റെ ടൈപ്സും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, ചോദ്യങ്ങൾ വരാറുള്ള ഏരിയ ആണ്. അപ്പോൾ അതും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് എല്ലാത്തിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുക. ഇപ്പോ മാനിപ്പുലേഷൻ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ പോസിബിൾ ആവുന്നത് ഏത് ടൈപ്പ് റിസർച്ചിലാണ്? എക്സ്പെരിമെന്റൽ റിസർച്ചിലാണ് അല്ലെ. അപ്പം ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, എന്നിട്ട് അതുകൊണ്ട് ഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടാകുന്ന എഫക്റ്റ് അല്ലെങ്കിൽ ചേഞ്ചിനെ നമ്മൾ പഠിക്കുന്നു. അതാണ് ശരിക്കും പറഞ്ഞാല് എക്സ്പെരിമെന്റൽ റിസർച്ചിൽ നടക്കുന്നത്. ഇപ്പൊ നമുക്ക് ഈ ഓപ്ഷൻസിലുള്ള റിസർച്ചുകൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. ആദ്യം കൊടുത്തിട്ടുള്ളത് എക്സ്പെരിമെന്റൽ റിസർച്ച് എന്താണെന്നാണ്. എക്സ്പെരിമെന്റൽ റിസർച്ച് ഇൻവോൾവ് മാനിപ്പുലേറ്റിംഗ് 1 or more ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആൻഡ് മെഷറിംഗ് ദെയർ എഫക്ട് ഓൺ എ ഡിപെൻഡന്റ് വേരിയബിൾ. നമ്മളിപ്പോ ക്വസ്റ്റ്യനിൽ കണ്ട അതേ കാര്യം തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഉള്ളത് ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച് ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച് സ്റ്റഡീസ് the same subject or same group of participants over a long period of time. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ നമ്മൾ കുറെ നാളത്തേക്ക് പഠിക്കുകയാണ്. കുറെ നാളത്തേക്ക് എന്ന് പറയുമ്പോൾ ഓവർ എ പീരീഡ് എന്ന് പറയുമ്പോൾ അത് എന്താകാം, മേ ബി ഒരു 2 months ആകാം, 3 months ആകാം, 6 months ആകാം, മേ ബി 1 year ആകാം. അപ്പം ഇത്രയും നാള് നമ്മൾ ഒരൊറ്റ ഗ്രൂപ്പിനെ പഠിക്കുകയാണ്, അവരിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, does not manipulate the variables. മാനിപ്പുലേറ്റ് ചെയ്യുന്നില്ല വേരിയബിൾസിനെ. അതല്ലാതെ തന്നെ നമ്മൾ അവരെ എന്ത് ചെയ്യാണ്, പഠിക്കുകയാണ്. അപ്പൊ അതിനെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച് എന്ന് പറയുന്നത്. സെയിം ഗ്രൂപ്പ് ഓഫ് പാർട്ടിസിപ്പൻസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഓക്കെ, അതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച്. പിന്നെ ഉള്ളത് ആർക്കൈവൽ റിസർച്ച് ആണ്. അതിൽ നമ്മൾ എക്സിസ്റ്റിംഗ് റെക്കോർഡ്സ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഡേറ്റാസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അനലൈസ് ചെയ്യുന്നത്. ആ ഒരു അനാലിസിസിനെയാണ് നമ്മൾ ആർക്കൈവൽ റിസർച്ച് എന്ന് പറയുക. ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന റെക്കോർഡുകൾ അല്ലെങ്കിൽ ഡേറ്റാസ് എടുത്ത് വെച്ച് പഠിക്കുകയാണ്. അതിനെയാണ് ആർക്കൈവൽ റിസർച്ച് എന്ന് പറയാം. പിന്നെ ഉള്ളത് കേസ് സ്റ്റഡി ആണ്. കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ഒരു സിംഗിൾ കേസ് എന്ന് പറയുമ്പോൾ എന്ത് വേണമെങ്കിലും ആവാം, ഗ്രൂപ്പ് ആകാം, സിറ്റുവേഷൻ ആകാം, പേഴ്സൺ ആകാം. അവരെന്നെ നമ്മൾ പഠിക്കുന്നതിനെയാണ്, അവരെന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതിനെയാണ് കേസ് സ്റ്റഡി എന്ന് പറയാം. ഇത് കൂടുതലും ഒരു ഡിസ്ക്രിപ്റ്റീവ് നേച്ചറിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത്ര മാത്രമല്ല, നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസർച്ചുകൾ ഉണ്ട്. ഇത് കൂടാതെ ഹിസ്റ്റോറിക്കൽ റിസർച്ച്, അതുപോലെ തന്നെ അപ്ലൈഡ് റിസർച്ച്, പ്യുവർ റിസർച്ച്, എക്സ്പോസ് ഫാക്ടർ റിസർച്ച്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതെല്ലാം പഠിച്ചു വെച്ചേക്കാം, എക്സാമിന് വരുന്ന ഏരിയ ആണ്. ഓക്കെ,
അടുത്തത് നമ്മളുടെ നാലാമത്തെ ചോദ്യം, ഐഡന്റിഫൈ ദ സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് ദാറ്റ് ഹാവ് ആൻ അബ്സല്യൂട്ട് 0 പോയിന്റ്. അബ്സല്യൂട്ട് ആയിട്ടുള്ള 0 പോയിന്റ് ഉള്ള സ്കെയിൽ ഓഫ് മെഷർമെന്റ് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് നമുക്ക് ഇവിടെ ഓപ്ഷൻസ് ഉള്ളത്. ഇപ്പൊ നോമിനൽ ആണോ, ഇന്റർവെൽ ആണോ, റേഷ്യോ ആണോ, ഓർഡിനൽ ആണോ, അതോ ഇതിന്റെ കോമ്പിനേഷൻസ് ആണോ ആൻസർ വരുന്നതെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഇവിടുത്തെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പോൾ നമുക്ക് സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അതുപോലെ ഈ ടൈപ്സും, സ്കെയിൽസ് ഓഫ് മെഷർമെന്റിന്റെ ടൈപ്സ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്, അതും എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോ. We use scales of measurement in research and data analysis to categorize and organize data. നമ്മൾ റിസർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡേറ്റാസ് കളക്ട് ചെയ്യാറുണ്ട് അല്ലെ. നമ്മൾ ഈ കളക്ട് ചെയ്യുന്ന ഡേറ്റാസിനെ നമുക്ക് ഓർഗനൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, കാറ്റഗറൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാ? അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡേറ്റനെ അനലൈസ് ചെയ്യണമെങ്കിൽ അതിനെ പ്രോപ്പർ ആയിട്ട് ഏത് കാറ്റഗറി ഡേറ്റാസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ ഓർഗനൈസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഡേറ്റ അനാലിസിസ് കൂടുതൽ എന്താ പറയാ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട്, അത് കൂടാതെ ഏത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ഡേറ്റന്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ ഡേറ്റന്റെ കാറ്റഗറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് ടെസ്റ്റ് യൂസ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത് അല്ലെ. നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റുകൾ ഉണ്ട്. ടി ടെസ്റ്റ്, എഫ് ടെസ്റ്റ്, അതുപോലെ കൈ സ്ക്വയർ ടെസ്റ്റ്, സെറ്റ് ടെസ്റ്റ്. അപ്പം ഇതിൽ ഏത് ടെസ്റ്റ് വേണം നമ്മൾ ഡേറ്റ അനാലിസിസിന് യൂസ് ചെയ്യാൻ എന്നുള്ളതൊക്കെ തീരുമാനിക്കണമെങ്കിൽ ഡേറ്റയുടെ കാറ്റഗറി വൈസ് നമ്മൾ അതിനെ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഓർഗനൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഡേറ്റയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് നമ്മൾ അതിനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്കെയിലുകളിലായിട്ടാണ് കാറ്റഗറൈസ് ചെയ്യാറുള്ളത്. അതാണ് നമുക്ക് സ്കെയിൽസ് ഓഫ് മെഷർമെന്റിൽ പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നോക്കാനുള്ളത് നോമിനൽ സ്കെയിൽ എന്താണെന്നാണ്. നോമിനൽ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റനെ കാറ്റഗറി, അതായത് കാറ്റഗറൈസ് ചെയ്യാൻ മാത്രം പറ്റുന്ന അല്ലെങ്കിൽ ഗ്രൂപ്പ് ചെയ്യാൻ മാത്രം പറ്റുന്ന ഡേറ്റകളെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോമിനൽ സ്കെയിലാണ് യൂസ് ചെയ്യുക. Used to organize data into categories or groups that have no order or ranking. ഇവിടെ റാങ്കിങ്ങോ ഓർഡറോ ഒന്നും തന്നെ ഉണ്ടാവില്ല നമ്മുടെ ഡേറ്റയ്ക്ക്. സിംപ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്ന് വെച്ചാൽ ആ കാറ്റഗറിയിലാക്കുക, ഓർഗനൈസ് ചെയ്യുക, അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഡേറ്റാസ് ആണ് നോമിനൽ സ്കെയിലിൽ വരുന്നത്. എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടും. ജെൻഡർ ഉണ്ട്, മാരിറ്റൽ സ്റ്റാറ്റസ്, അതുപോലെ ബ്ലഡ് ഗ്രൂപ്പ്. ഇപ്പൊ ജെൻഡർ എന്ന് പറയുന്നത് മെയില്, ഫീമെയിൽ, ഒരു തേർഡ് ജെൻഡർ എന്നുള്ള ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഇത് ഒന്നൊന്ന് മറ്റൊന്നതിനെക്കാട്ടിലും മുകളിലാണെന്നോ അല്ലെങ്കിൽ ഇതിന്റെ പ്രാധാന്യം അനുസരിച്ച് റാങ്ക് ചെയ്യാനോ ഒന്നും തന്നെ നമുക്ക് പറ്റില്ല അല്ലെ. ജെൻഡർ എന്ന് പറഞ്ഞാൽ 3 ടൈപ്സ് ഓഫ് ജെൻഡർ ആണ്. അല്ലെങ്കിൽ മാരിറ്റൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ മാരീഡ് ആണോ അൺമാരീഡ് ആണോ എന്ന് പറയാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അതല്ലാതെ ഒന്ന് മറ്റൊന്നതിനെക്കാട്ടിലും മുകളിലാണോ താഴെയാണോ എന്നൊന്നും നമുക്ക് കാറ്റഗറൈസ് അല്ലെങ്കിൽ റാങ്ക് ചെയ്യാനായിട്ട് പറ്റില്ല. മാരീഡ് ആണോ അൺമാരീഡ് ആണോ എന്ന് കാറ്റഗറൈസ് ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഡേറ്റാസ് ആണ് കൂടുതലും എന്തിൽ വരിക, നോമിനൽ സ്കെയിലിൽ വരിക. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഓർഡിനൽ സ്കെയിൽ ആണ്. ഓർഡിനൽ സ്കെയിൽ അറേഞ്ച് ഡേറ്റ ഇൻ എ സ്പെസിഫിക് ഓർഡർ ബട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാല്യൂസ് ഈസ് നോട്ട് നോൺ ഓർ ഈക്വൽ. ഇവിടെയും ഡേറ്റനെ നമ്മൾക്ക് കാറ്റഗറൈസ് ചെയ്യാം, അതിന്റെ കൂട്ടത്തിൽ എന്തും ചെയ്യാം, ഓർഡർ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, പക്ഷെ ഇവര് തമ്മിലുള്ള ഈ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഡേറ്റാസ് തമ്മിൽ ഉണ്ടാവുന്ന ഡിഫറൻസിന് എന്തുണ്ടാവില്ല, ഡിഫറൻസ് ഈക്വൽ ആയിരിക്കില്ല. പക്ഷെ എന്ത് ചെയ്യാം, ഓർഡർ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഒരാളുടെ പല വ്യക്തികളുടെ എഡ്യൂക്കേഷണൽ ലെവൽസ്, ഓരോരുത്തരും എത്ര പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് വെച്ച് നമുക്ക് വ്യക്തികളെ റാങ്ക് ചെയ്തൂടെ. ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ള വ്യക്തി, ഏറ്റവും കുറവ് പഠിച്ചിട്ടുള്ള വ്യക്തി. ഇപ്പൊ നമ്മൾ സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ആൾക്ക് ഫസ്റ്റ് റാങ്ക്, അത് കഴിഞ്ഞ് കിട്ടിയ ആൾക്ക് സെക്കൻഡ് റാങ്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവർ തമ്മിലുള്ള മാർക്കുകളുടെ വ്യത്യാസം എന്ന് പറയുന്നത് എന്തായിരിക്കണം എന്ന് നിർബന്ധമില്ല, ഈക്വൽ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. അങ്ങനെയുള്ള ഡേറ്റകളാണെങ്കിൽ നമ്മൾ അത് ഓർഡിനൽ സ്കെയിലായിരിക്കും കൊടുക്കുക. സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഒക്കെ വരുന്നത് ഓർഡിനൽ സ്കെയിലാണെന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്തത് ഇന്റർവെൽ സ്കെയിൽ ആണ്. ഇന്റർവെൽ സ്കെയിൽ പ്രൊവൈഡ്സ് ഓർഡേർഡ് വാല്യൂസ് വിത്ത് ഈക്വൽ ഇന്റർവെൽസ് ബിറ്റ്വീൻ ദം ബട്ട് നോ ട്രൂ സീറോ. ഇവിടെ നമുക്ക് ഇന്റർവെൽ സ്കെയിലിൽ ശരിക്കും പറഞ്ഞ ഒരു അബ്സല്യൂട്ട് ആയിട്ട് ഇത് സീറോ നമുക്കില്ല. സീറോ ഉണ്ട്, പക്ഷെ അത് ആർബിട്രറി ആണ്. എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ നമുക്ക് വാല്യൂസിനെ ഓർഡറും ചെയ്യാം, അതുപോലെ തന്നെ വാല്യൂസ് തമ്മിലുള്ള ഇന്റർവെൽ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കുകയും ചെയ്യും. അതാണ് ഇന്റർവെൽ സ്കെയിലിന്റെ പ്രത്യേകത. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഡിഗ്രി ഫാരൻഹീറ്റ്, ഡേറ്റ്സ് ഇൻ കലണ്ടർ ഒക്കെയാണ്. ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ 32 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് ഒരു ടെമ്പറേച്ചർ ആണ്.
10°C എന്ന് പറയുന്നത് ഒരു ടെമ്പറേച്ചർ ആണ്. 0°C എന്ന് പറയുന്നതും ഒരു ടെമ്പറേച്ചർ അല്ലേ? ഒരു ഫ്രീസിംഗ് പോയിന്റ് ആവുന്ന പോയിന്റ് അല്ലേ 0°. അതല്ലാതെ നമ്മൾ ടെമ്പറേച്ചർ ഇല്ലാത്ത ഒരു സാഹചര്യം കാണിക്കാനല്ലല്ലോ അവിടെ 0 വെച്ച് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നേ, ആണോ? അല്ല. 0 എന്ന് പറഞ്ഞാൽ അവിടെ ടെമ്പറേച്ചർ ഇല്ലെന്നല്ല അർത്ഥം, ടെമ്പറേച്ചർ 0° ആണ്, അത്രേ ഉള്ളൂ അവിടെ അർത്ഥം വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അവിടുത്തെ 0യ്ക്ക് നമ്മുടെ ഡേറ്റാസിന്റെ ആബ്സെൻസ് കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് അതിനെ നമ്മളൊരു ട്രൂ 0 അല്ല, അത് വെറും ഒരു ആർബിട്രറി 0 ആണ്, സ്കെയിലുള്ള ഒരു 0 ആണ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇന്റർവെൽ സ്കെയിലിന് ഒരു ട്രൂ 0 പോയിന്റ് ഇല്ല. അവിടുത്തെ 0 പോയിന്റ് എന്ന് പറയുന്നത് ആർബിട്രറി ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. എക്സാമ്പിൾസ് വരുന്നത് ഏതൊക്കെയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ടെമ്പറേച്ചർ ഇൻ °C, ഫാരൻഹീറ്റ്, അതുപോലെ തന്നെ കലണ്ടറിൽ വരുന്ന ഡേറ്റുകളൊക്കെ തന്നെയും അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. പിന്നെ നമുക്കുള്ളത് റേഷ്യോ സ്കെയിലാണ്. റേഷ്യോ സ്കെയിലോട്ട് വരുന്ന സമയത്ത് it includes everything the other scales have: categories, order, equal intervals and a true 0. നമ്മൾ മുകളിൽ പഠിച്ച സ്കെയിൽസ് ഓഫ് മെഷർമെന്റിനുള്ള ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഇതിനുണ്ട്. കാറ്റഗറൈസ് ചെയ്യാം ഡേറ്റേനെ, ഓർഡർ ചെയ്യാം, ഈക്വൽ ഇന്റർവെൽസ് ഉണ്ട്, അത് കൂടാതെ ഇവിടെ ഒരു ട്രൂ 0 പോയിന്റും കൂടി ഉണ്ടാവും. അപ്പം ഇവിടുത്തെ 0 പോയിന്റ് എന്നുള്ള ഉള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് ക്വാണ്ടിറ്റീസിന്റെ ആബ്സെൻസ് ആണ്. അതായത് ഇറ്റ് മെഷേഴ്സ് ക്വാണ്ടിറ്റീസ് ദാറ്റ് ഹാവ് റിയൽ അബ്സല്യൂട്ട് 0, വിച്ച് മീൻസ് നൺ ഓഫ് ദ ക്വാണ്ടിറ്റീസ് പ്രസന്റ്. 0 എന്ന് പറഞ്ഞാല് നമ്മൾ ഇവിടെ ഒരു ആബ്സെൻസ് ആ കാണിക്കുന്നത്. ഇവിടെ എക്സാമ്പിൾ എന്തൊക്കെയാ കൊടുത്തിരിക്കുന്നത്? വെയിറ്റ്, ഹൈറ്റ്, ഇൻകം, കെൽവിൻ, ടെമ്പറേച്ചർ ഒക്കെ എക്സാമ്പിളാ. അപ്പൊ ഹൈറ്റും വെയിറ്റും ഇൻകവും ഒക്കെ എന്താണ്? 0 എന്ന് പറഞ്ഞാൽ എന്താ? കെൽവിൻ ടെമ്പറേച്ചർ ആണെങ്കിലും ഇതും ഓർത്ത് വെച്ചേക്കുക. °C ഫാരൻഹീറ്റും വരുന്നത് ഇന്റർവെല്ലിലാണ്, കെൽവിൻ ടെമ്പറേച്ചർ വരുന്നത് റേഷ്യോ സ്കെയിലിലാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. ഹൈറ്റ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹൈറ്റ് ഇല്ല. വെയിറ്റ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആബ്സെൻസ് അല്ലേ കാണിക്കുന്നത്, ഹൈറ്റ് ഒട്ടും ഇല്ല, അല്ല വെയിറ്റ് ഒട്ടും ഇല്ല, അല്ലെങ്കിൽ ഹൈറ്റ് ഇല്ല, ഇൻകം ഇല്ല എന്നുള്ള ആബ്സെൻസ് കാണിക്കുന്നത് കൊണ്ട് അവിടുത്തെ 0യ്ക്ക് എന്തുണ്ട്? ഒരു സെപ്പറേറ്റ് വാല്യൂ ഉണ്ട്. അപ്പൊ അവിടെ ഒരു 0 പോയിന്റ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. റേഷ്യോ സ്കെയിലിൽ അബ്സല്യൂട്ട് 0 ഉണ്ട്, ഇന്റർവെൽ സ്കെയിലിൽ അതില്ല. ഇവിടുത്തെ നമ്മുടെ ചോദ്യം അബ്സല്യൂട്ട് 0 ഉള്ളത് ഏത് സ്കെയിലിനാണെന്നാണ്. അപ്പൊ റേഷ്യോ സ്കെയിലാണ് നമുക്ക് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്, മിക്ക ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അതുകൊണ്ട് ഇതും നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കണ്ട് തന്നെ പഠിക്കുക. അടുത്തതായിട്ട് നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കാനുള്ളത്. ഇൻ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റ് ആൻഡ് എ റേഡിയോ ബ്രോഡ്കാസ്റ്റ് ആർ എക്സാമ്പിൾസ് ഓഫ്. ഒരു ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനില് ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റും റേഡിയോ ബ്രോഡ്കാസ്റ്റും ഏത് ടൈപ്പ് ഓഫ് ട്രാൻസ്മിഷൻ എക്സാമ്പിൾ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓട്ടോമാറ്റിക് ഉണ്ട്, ഹാഫ് ഡ്യൂപ്ലെക്സ്, സിംപ്ലെക്സ് ആൻഡ് ഫുൾ ഡ്യൂപ്ലെക്സ്, ഇങ്ങനെയാണ് നമ്മുടെ ഓപ്ഷൻസ് വന്നിട്ടുള്ളത്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് സിംപ്ലെക്സ് ആണ്. അപ്പം ഈ ടൈപ്സ് ഓഫ് ട്രാൻസ്മിഷൻ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം തന്നെ സിംപ്ലെക്സ് അല്ലെങ്കിൽ സിമ്പിൾ ട്രാൻസ്മിഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് ഡേറ്റ ഇങ്ങോട്ട് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ അല്ലെങ്കിൽ ഫ്ലോ ചെയ്യുള്ളൂ, ഫ്രം സെൻഡർ ടു റിസീവർ. റിസീവറിന് തിരിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡേറ്റ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് പറ്റില്ല. ഒരു സൈഡിലോട്ട് മാത്രമാണ് ഡേറ്റ ഫ്ലോ ഉള്ളതെങ്കിൽ അതിനെ നമുക്ക് സിംപ്ലെക്സ് ട്രാൻസ്മിഷൻ എന്ന് പറയാം. അതുകൊണ്ടാണ് ഇവിടെ ടിവിയും അതുപോലെ തന്നെ റേഡിയോ ബ്രോഡ്കാസ്റ്റും ഒക്കെ സിംപ്ലെക്സ് ആയത്, സിംപ്ലെക്സ് ടൈപ്പ് ഓഫ് ട്രാൻസ്മിഷൻ ആയത്. ഓക്കെ, അടുത്തത് ഹാഫ് ഡ്യൂപ്ലെക്സ് ആണ്. ഹാഫ് ഡ്യൂപ്ലെക്സ് എന്ന് പറയുന്നത് ഡേറ്റ ക്യാൻ ട്രാവൽ ഇൻ ബോത്ത് ഡയറക്ഷൻസ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റാസ്, അതായത് കമ്മ്യൂണിക്കേഷൻ നടക്കും, ബട്ട് ഓൺലി വൺ ഡയറക്ഷൻ അറ്റ് എ ടൈം. പക്ഷെ ഒരു സമയത്ത് നമുക്ക് ഒരു ഭാഗത്തോട്ട് മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വാക്കി ടോക്കി ആണ് എക്സാമ്പിൾ. വാക്കി ടോക്കി എന്താണെന്ന് അറിയായിരിക്കുമല്ലോ. നമ്മള് എന്താ പറയാ, ട്രാഫിക്കിലൊക്കെ ആണെങ്കിലും അല്ലാതെ തന്നെ പോലീസുകാരൊക്കെ യൂസ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? അതാണ് വാക്കി ടോക്കി. അപ്പൊ വാക്കി ടോക്കി എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക? തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സൈമിൾട്ടേനിയസ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. അതിനെയാണ് ഹാഫ് ഡ്യൂപ്ലെക്സ് എന്ന് പറയുന്നത്. അടുത്തത് ഫുൾ ഡ്യൂപ്ലെക്സ് ആണ്. ഫുൾ ഡ്യൂപ്ലെക്സ് എന്ന് പറയുന്നത് ഡേറ്റ ട്രാവൽസ് ഇൻ ബോത്ത് ഡയറക്ഷൻസ്. രണ്ട് ഡയറക്ഷൻസിലേക്കും ഡേറ്റാസിന് എന്ത് ചെയ്യാൻ പറ്റും? ട്രാവൽ ചെയ്യാൻ പറ്റും സെയിം ടൈമിൽ. നമ്മുടെ ഫോൺ കോൾസ് ഒക്കെ അതിന് എക്സാമ്പിളാ. റിസീവ് ചെയ്യാനും സെൻഡ് ചെയ്യാനും സൈമിൾട്ടേനിയസ് ആയിട്ട് പറ്റുമെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ഫുൾ ഡ്യൂപ്ലെക്സ് എന്ന് പറയും. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ബെനിഫിറ്റ് ഓഫ് ഇന്ററാക്റ്റീവ് ടെക്നോളജി ഓറിയന്റഡ് മീഡിയ? ഇന്ററാക്റ്റീവ് ടെക്നോളജി ഓറിയന്റഡ് മീഡിയ എന്ന് പറയുമ്പോൾ ഒരു 2 വേ കമ്മ്യൂണിക്കേഷൻ ഒക്കെ പോസിബിൾ ആയിട്ടുള്ള ഒരു മീഡിയയുടെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. മാസ്റ്റർ സ്ലേവ് ആർക്കിടെക്ചർ, പാസീവ് ഓഡിയൻസ്, enhancement of individualism,
ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ ആൻഡ് പെർമിറ്റ്സ് ക്രിയേറ്റിവിറ്റി. ഇതിൽ നമുക്ക് കോമ്പിനേഷൻ ആയിട്ടാണ് ഓപ്ഷൻസ് വന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് എങ്ങനെയാ എളുപ്പ ആൻസറിലേക്ക് എത്താൻ പറ്റുക? ഏതൊക്കെയാ വരില്ല എന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പ ആൻസറിലേക്ക് എത്താം. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമല്ലേ. ഇപ്പൊ മാസ്റ്റർ സ്ലേവ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഒരിക്കലും ഇന്ററാക്റ്റീവ് ടെക്നോളജി മീഡിയയുടെ ഒരു ബെനിഫിറ്റ് ആയിട്ട് വരാൻ സാധ്യതയില്ല എന്ന് ഏതൊരാൾക്കും കണ്ടാൽ മനസ്സിലാവും അല്ലെ. അപ്പം എ ഒഴിവാക്കാനായിട്ട് നമുക്ക് പറ്റും. എ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാം, ഓപ്ഷൻ എ ആൻഡ് ഓപ്ഷൻ ഡി. പിന്നെ നമുക്ക് രണ്ട് ഓപ്ഷൻ മാത്രം നോക്കിയാൽ മതി, ബിയും സിയും മാത്രം നോക്കിയാൽ മതി. ഇനി അടുത്ത ഓപ്ഷൻ നോക്കാം, ഓപ്ഷൻ ബി, പാസീവ് ഓഡിയൻസ്. പാസീവ് ഓഡിയൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ടെലിവിഷനും റേഡിയോയും ഒക്കെ ആണെങ്കിൽ അവിടുത്തെ ഓഡിയൻസ് ആരാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, പാസീവ് ആണെന്ന് പറയാം. പക്ഷെ ഒരു ഇന്ററാക്റ്റീവ് ടെക്നോളജി ഓറിയന്റഡ് മീഡിയ ആണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും അവിടുത്തെ ഓഡിയൻസ് ആരായിരിക്കും? ആക്റ്റീവ് ആയിരിക്കും അല്ലെ. അപ്പൊ ഓപ്ഷൻ ബിയും നമുക്ക് എളുപ്പം തന്നെ ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പൊ ഓപ്ഷൻ ബിയും കൂടി ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താം. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. സി, ഡി ആൻഡ് ഇ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സി, ഡി, ഇ എന്തൊക്കെയാ? എൻഹാൻസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വലിസം വരുന്നുണ്ട്, ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ പെർമിറ്റ് ക്രിയേറ്റിവിറ്റി. ഇത് കണ്ടാൽ തന്നെ നമുക്ക് ഇന്ററാക്റ്റീവ് ടെക്നോളജി മീഡിയ ഓറിയന്റഡ് മീഡിയയുടെ ബെനിഫിറ്റ്സ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇങ്ങനെ എലിമിനേഷൻ ടെക്നിക്കുകളും കൂടി യൂസ് ചെയ്ത ആൻസറുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് എവറി പാർട്ട് ഓഫ് എ സർട്ടൻ മെഷീൻ ഈസ് ലൈറ്റ് ഇൻ വെയിറ്റ്, ദ മെഷീൻ ആസ് എ വോൾ ഈസ് ലൈറ്റ് ഇൻ വെയിറ്റ്. ഇത് ഒരു ഫാലസി എന്നുള്ള ഒരു ചോദ്യമാണ്. ഫാലസി എന്ന് പറയുന്നത് ലോജിക്കൽ റീസണിംഗിൽ വരുന്ന ഒരു ഏരിയ ആണ്. നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഫാലസികൾ ഉണ്ട്. അപ്പൊ അതില് ഇൻഫോർമൽ ഫാലസിനകത്ത് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണിത്. എന്താ ചോദിച്ചിരിക്കുന്നത്? എവറി പാർട്ട് ഓഫ് എ സർട്ടൻ മെഷീൻ ഈസ് ലൈറ്റ് ഇൻ വെയിറ്റ്. ഒരു മെഷീന്റെ പാർട്ടുകളെല്ലാം ലൈറ്റ് ഇൻ വെയിറ്റ് ആയതുകൊണ്ട് ആ മെഷീൻ ഇറ്റ്സെൽഫ് എന്താ? മെഷീൻ തന്നെ ലൈറ്റ് ഇൻ വെയിറ്റ് ആണെന്ന് പറയാം. അത് ഏത് ഫാലസി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഒരു വസ്തുവിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്സ് ഉള്ള ഫീച്ചേഴ്സ് ആ മൊത്തം വസ്തുവിനും ഉണ്ട് എന്ന് പറയുന്നത് ഏത് ഫാലസിയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഫാലസി ഓഫ് കോമ്പോസിഷൻ ആണ് ആൻസർ. ഇപ്പൊ നമ്മൾ കോമൺ ആയിട്ട് വേറൊരു എക്സാമ്പിൾ പറയാറുണ്ട്. ഇപ്പൊ ഹ്യൂമൻ ബോഡീസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ് അല്ലെ. സെല്ലുകൾ കൊണ്ടാണ് ഹ്യൂമൻ ബോഡീസ് ഉണ്ടാക്കിയിരിക്കുന്നത്. സെല്ലുകളെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ? ഇല്ല. അപ്പൊ സെല്ലുകൾ കാണാൻ പറ്റാത്തത് കൊണ്ട് ഹ്യൂമൻ ബോഡി മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? ഫാലസി ഓഫ് കോമ്പോസിഷൻ ആണ്. ഓക്കെ. അപ്പൊ ഇവിടെ വേറെ മൂന്നാല് ഫാലസികൾ കൊടുത്തിട്ടുണ്ട്. ഫാലസി ഓഫ് ഡിവിഷൻ, ഫാലസി ഓഫ് ആക്സെന്റ് ആൻഡ് ഫാലസി ഓഫ് ആംഫിബോളി. അപ്പൊ അതും കൂടി എന്താണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഫാലസി ഓഫ് കോമ്പോസിഷൻ നമ്മൾ എന്താന്ന് പറഞ്ഞായിരുന്നു. ഇറ്റ് ഈസ് എ ലോജിക്കൽ എറർ വെയർ വൺ ബിലീവ്സ് ദാറ്റ് ഇഫ് ഈച്ച് പാർട്ട് ഓഫ് സംതിങ് ഹാസ് എ പ്രോപ്പർട്ടി, ഒരു സാധനത്തിന്റെ പാർട്സിനുള്ള പ്രോപ്പർട്ടി ആ എൻറ്റയർ തിങ്ങിനും ഉണ്ടായിരിക്കും എന്ന് നമ്മൾ പറയുന്നതിനെയാണ് ഫാലസി ഓഫ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് ഫാലസി ഓഫ് ഡിവിഷൻ ആണ്. ദ ഫാലസി ഓഫ് ഡിവിഷൻ ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് ദ ഫാലസി ഓഫ് കോമ്പോസിഷൻ. ഫാലസി ഓഫ് കോമ്പോസിഷന്റെ ഓപ്പോസിറ്റ് ആണ് ഫാലസി ഓഫ് ഡിവിഷൻ. It is a logical error where someone assumes that what is true for the whole must be true for each part of it. കോമ്പോസിഷനിൽ നമ്മൾ പറഞ്ഞു ഒരു വസ്തുവിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്സിലുള്ള പ്രോപ്പർട്ടികളെല്ലാം ആ വസ്തുവിന് മൊത്തത്തിൽ ഉണ്ടാവും. ഡിവിഷനിൽ നമ്മൾ പറയുന്നു ഒരു വസ്തുവിന് മൊത്തത്തിൽ എന്തൊക്കെ ഫീച്ചറുകൾ ഉണ്ടോ അതൊക്കെ അതിന്റെ എല്ലാ ഭാഗങ്ങൾക്കും കാണും എന്ന് നമ്മൾ പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹ്യൂമൻ ബോഡിയുടെ എക്സാമ്പിൾ തന്നെ നമുക്ക് തിരിച്ചും പറയാം. ഹ്യൂമൻ ബോഡി നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഹ്യൂമൻ ബോഡിയിലെ സെല്ലുകളെയും നമുക്ക് കാണാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ? ഫാലസി ഓഫ് ഡിവിഷൻ ആയി. ഓക്കെ. അടുത്ത ഫാലസി ഓഫ് ആക്സെന്റ് ആണ്. ദ ഫാലസി ഓഫ് ആക്സെന്റ് occur when the meaning of a statement changes depending on which word is emphasized, especially in spoken language or ambiguous written statements. It is a fallacy in which sentence is misinterpreted or misrepresented due to changes in tone, stress or emphasis on certain words, leading to confusion or deception. അപ്പൊ എന്തെങ്കിലുമൊക്കെ വാക്കുകളുടെ ആക്സെന്റിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ ഒരു വേർഡ് പ്രൊനൗൺസ് ചെയ്യുന്നതിലോ അതിന്റെ ടോണിലോ സ്ട്രെസ്സിലോ അതിന് കൊടുക്കുന്ന എംഫസൈസിലോ ഒക്കെ ഉണ്ടാകുന്ന മിസ്റെപ്രസെന്റേഷൻ കാരണം ഉണ്ടാകുന്ന ഫാലസിനെയാണ് നമ്മൾ ഫാലസി ഓഫ് ആക്സെന്റ് എന്ന് പറയുന്നത്.
അടുത്തത് ഫാലസി ഓഫ് ആംഫിബോളി ആണ്. ഫാലസി ഓഫ് ആംഫിബോളി എന്ന് പറയുന്നത് എന്താ? എ ഫാലസി വെയർ ദ ആംബിഗ്യൂറ്റി കം ഫ്രം ബാഡ് ഗ്രാമർ ഓർ സെന്റൻസ് സ്ട്രക്ചർ. ഒരു സെന്റൻസിന്റെ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന വ്യത്യാസം കാരണം, അല്ലെങ്കിൽ നമ്മൾ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഗ്രാമർ കറക്റ്റ് ആയിട്ടല്ലാത്തത് കാരണം നമ്മൾ അതിനെ തെറ്റായിട്ടുള്ള രീതിയിൽ ഇന്റർപ്രിറ്റ് ചെയ്യുന്നതിനെയാണ് ഫാലസി ഓഫ് ആംഫിബോളി എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഹി സോ ദ മാൻ വിത്ത് ദ ടെലസ്കോപ്പ് എന്ന് വെച്ചാൽ എന്താ? രണ്ട് മീനിങ് വരുന്നില്ലേ ഇവിടെ? എന്തൊക്കെയാ? ടെലസ്കോപ്പ് യൂസ് ചെയ്തിട്ട് അയാൾ ഒരാളിനെ കണ്ടു. ഹി യൂസ് എ ടെലസ്കോപ്പ് ടു സീ ദ മാൻ. ആ മനുഷ്യനെ കാണാൻ വേണ്ടി ടെലസ്കോപ്പ് യൂസ് ചെയ്തു എന്നും പറയാം. അല്ലെങ്കിലോ ഹി സോ എ മാൻ ഹു ഹാഡ് എ ടെലസ്കോപ്പ്. ടെലസ്കോപ്പ് ഉള്ള ഒരാളിനെ അയാൾ കണ്ടു എന്ന് പറയാം അല്ലെ? രണ്ട് രീതിയിൽ മീനിങ് വരുന്നില്ലേ? അപ്പൊ ആ സെന്റൻസിൽ നമ്മൾ എന്താ പറയാ, അതിന്റെ സ്ട്രക്ചർ ശരിയല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അതിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട സിന്റാക്സുകൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാത്തത് കൊണ്ട് ഉണ്ടാവുന്ന ഫാലസിയാണ് ഫാലസി ഓഫ് ആംഫിബോളി. ഇത് മാത്രമല്ല, ഒരുപാട് ഫാലസികൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് ഓരോന്ന് ലിസ്റ്റ് ചെയ്ത് വെച്ച് പഠിക്കുക. വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഓക്കെ, അടുത്തത് 8ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ്? താഴെ കൊടുത്തിട്ടുള്ളതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തേത് ട്രൂത്ത് ഈസ് ആൻ ആട്രിബ്യൂട്ട് ഓഫ് പ്രപ്പോസിഷൻ, വാലിഡിറ്റി ഈസ് ആൻ ആട്രിബ്യൂട്ട് ഓഫ് ആൻ ആർഗ്യുമെന്റ്, അതുപോലെ ഇൻവാലിഡിറ്റി ഈസ് ആൻ ആട്രിബ്യൂട്ട് ഓഫ് ആൻ ആർഗ്യുമെന്റ്, ഫാൽസിറ്റി ഈസ് ആൻ ആട്രിബ്യൂട്ട് ഓഫ് ആൻ ആർഗ്യുമെന്റ്. അപ്പൊ ആർഗ്യുമെന്റ് എന്താണ്, പ്രപ്പോസിഷൻ എന്താണെന്ന് നമ്മൾ അറിയണം അല്ലെ? പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 2-3 സ്റ്റേറ്റ്മെന്റുകൾ ഒരുമിച്ച് തരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രപ്പോസിഷൻ എന്ന് പറയാം അല്ലെ? അല്ല, 2-3 സ്റ്റേറ്റ്മെന്റുകൾ ഒരുമിച്ച് തരുന്നതിനെ നമ്മൾ ഒരു ആർഗ്യുമെന്റ് എന്നും, അതുപോലെ തന്നെ അതിലെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളെ നമുക്ക് പ്രപ്പോസിഷൻ എന്നും പറയാം. ഓക്കെ, ഇപ്പം ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. ഇപ്പൊ വാലിഡ് ആണോ, ഒരു ആർഗ്യുമെന്റിനെ നമുക്ക് വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ എന്ന് പറയാം. പക്ഷെ ഒരു പ്രപ്പോസിഷനെ നമുക്ക് എന്ത് മാത്രമേ പറയാൻ പറ്റുള്ളൂ? ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം എപ്പോഴും വാലിഡിറ്റി ആണ് ആർഗ്യുമെന്റിന് വരുന്നത്. ആർഗ്യുമെന്റ്സിന് വരുന്നത് വാലിഡിറ്റി ഓർ ഇൻവാലിഡിറ്റി ആയിരിക്കും. പ്രപ്പോസിഷൻസിന് വരുന്നത് ട്രൂത്ത് ഓർ ഫോൾസ് ആയിരിക്കും. അപ്പൊ എ ശരിയാണ്, ബി ശരിയാണ്, സിയും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ ഡിയിലോട്ട് വരുമ്പോൾ ഫോൾസിറ്റി ഈസ് ആൻ ആട്രിബ്യൂട്ട് ഓഫ് ആൻ ആർഗ്യുമെന്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റല്ലേ? ആർഗ്യുമെന്റിന് നമുക്ക് എന്ത് മാത്രമേ പറയാൻ പറ്റുള്ളൂ? ഇൻവാലിഡിറ്റി വാലിഡിറ്റി മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഡി തെറ്റിയത്. ഓക്കെ, അടുത്തത് 9ാമത്തെ ചോദ്യം. വേൾഡ് വൈഡ് വെബ് ക്യാൻ ബി ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ആസ്. WWWനെ നമുക്ക് എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നത്? വളരെ ജനറൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, ICT എന്നുള്ള ചോദ്യമാണ്. ആൻഡ് അനദർ നെയിം ഫോർ ദ ഇന്റർനെറ്റ് ആണോ? ഇന്റർനെറ്റിന്റെ ഒരു വേറൊരു പേരാണോ WWW എന്ന്? അല്ല അല്ലെ, അത് വരില്ല. A network of computers accessible by people living in wide geographical area. Network of computers accessible by people living in a wide geographical area. അതാണോ? നോക്കാം. A system of interlinked hypertext documents accessed through the internet. A company's private digital workspace. ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും WWWനെ ഏറ്റവും ആപ്റ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഓപ്ഷൻ സി ആണ് അല്ലെ? WWW എന്ന് പറയുന്നത് ഒരു ഇന്റർ കണക്ട് അല്ലെങ്കിൽ ഇന്റർലിങ്ക്ഡ് ആയിട്ടുള്ള കുറെ അധികം ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെന്റുകളാണ്. നമുക്ക് ഇന്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം? ആക്സസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഡോക്യുമെന്റ്സ് ആണ് WWW ഉള്ളത്. ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെന്റ്സ് ആണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് നമുക്കത് എന്താണെന്ന് നോക്കാം. WWW എന്ന് പറയുന്നത് വേൾഡ് വൈഡ് വെബ് ആണ്. ഈസ് നോട്ട് ദ ഇന്റർനെറ്റ്. ഇന്റർനെറ്റ് അല്ല അല്ലെ? പക്ഷെ എന്താ? ഇന്റർനെറ്റിൽ റൺ ചെയ്യുന്ന ഒരു സർവീസ് ആണ്. Service that runs on the internet. The World Wide Web is a collection of interlinked web pages stored on websites. വെബ്സൈറ്റുകളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡിഫറെന്റ് കളക്ഷൻസ് ഓഫ് ഇന്റർലിങ്ക്ഡ് വെബ് പേജുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ വെബ് പേജുകളെ നമുക്ക് എന്ത് ചെയ്യാം? വെബ് ബ്രൗസറുകൾ, ക്രോം, ഫയർഫോക്സ്, എഡ്ജ് പോലെയുള്ള വെബ് ബ്രൗസറുകളെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. The communication between your browser and the website happens using the HTTP or HTTPS. ഇത് രണ്ട് പ്രോട്ടോകോളുകളാണ്. അപ്പം ഈ പറയുന്ന പ്രോട്ടോകോളുകളെ യൂസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രോട്ടോകോളുകളുടെ സഹായത്തോട് കൂടിയിട്ടാണ് നമുക്ക് നമ്മളുടെ വെബ് ബ്രൗസറുകൾ യൂസ് ചെയ്തിട്ട് ഈ വെബ്സൈറ്റുകളിൽ നിന്നും ഈ പറയുന്ന ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെന്റുകൾ എന്ത് ചെയ്യാൻ പറ്റുന്നത്? ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നത്.
ഈ പറയുന്ന പ്രോട്ടോകോളുകളുടെ ഫുൾ ഫോമും ഓർത്ത് വെച്ചേക്കുക. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആൻഡ് ഇതും സെക്യൂർഡ് ആയിട്ടുള്ള വേർഷൻ ആണ് HTTPS എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി കോർ നാഷണൽ മിഷൻസ് ആർ ദെയർ ഇൻ ദ നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്? ഇത് എന്താണെന്ന് അറിയണം അല്ലെ, എന്നാലേ ശരിയാക്കാൻ പറ്റുള്ളൂ. നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിന്റെ ആൻസർ വരുന്നത് 8 ആണ്. നമുക്ക് 8 നാഷണൽ മിഷൻസ് ആണുള്ളത് ഈ നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിൽ. ഓക്കെ, ആ 8 ആക്ഷൻ പ്ലാനുകൾ എന്തൊക്കെയാണ്, അതിന്റെ വർഷം വെരി ഇമ്പോർട്ടന്റ്, എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറുള്ള ഏരിയ ആണ്. ഈ 8 എണ്ണവും അതിന്റെ വർഷങ്ങളും പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ the national action plan on climate change is an important policy framework launched by the government of India in 2008. 2008 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്ത ഒരു പോളിസി ഫ്രെയിംവർക്ക് ആണ് നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? ടു അഡ്രസ് ദ ചലഞ്ചസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് വൈൽ ബാലൻസിംഗ് ദ ഗോൾ ഓഫ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി. നമുക്ക് ഈ പറയുന്ന ക്ലൈമറ്റ് ചേഞ്ചിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഉണ്ടാകുന്ന ചലഞ്ചസിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ അഡ്രസ് ചെയ്യേണ്ടത്? നമ്മളുടെ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്ന ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് എൻവയോൺമെന്റലി സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണം. ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു നാഷണൽ പോളിസി ഫ്രെയിംവർക്ക് ആണ് നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് 8 മിഷൻസ് ആണുള്ളത്. 8 നാഷണൽ മിഷൻസ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കാം. അപ്പൊ ഈ മിഷൻസ് എന്തൊക്കെയാണെന്നും അതിന്റെ വർഷങ്ങളും ഓർത്ത് വെച്ചേക്കാം. നാഷണൽ സോളാർ മിഷൻ ഉണ്ട്, 2008 ആണ്. നാഷണൽ മിഷൻ ഓൺ എൻഹാൻസ്ഡ് എനർജി എഫിഷ്യൻസി 2009. നാഷണൽ മിഷൻ ഓൺ സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ് 2011. നാഷണൽ വാട്ടർ മിഷൻ 2011. അതുപോലെ നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനിങ് ദ ഹിമാലയൻ എക്കോസിസ്റ്റം 2010. നാഷണൽ മിഷൻ ഫോർ എ ഗ്രീൻ ഇന്ത്യ മിഷൻ announced in 2010, formally launched in 2014. National Mission for Sustainable Agriculture 2010. National Mission on Strategic Knowledge for Climate Change 2010. ഇതൊരു എന്താ പോളിസി ഫ്രെയിംവർക്ക് ആണ്. ഈ പറയുന്ന മിഷനുകളിലൂടെ ഈ പറയുന്ന എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്ന ഗോളും ത്രൂ എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, എൻവയോൺമെന്റലി സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ക്ലൈമറ്റ് ചേഞ്ചിനെ അഡ്രസ് ചെയ്യുക, അതിന്റെ ചലഞ്ചുകളെ അഡ്രസ് ചെയ്യുക, അതുപോലെ എക്കണോമിക് ഗ്രോത്തും ഗോളുകളും അച്ചീവ് ചെയ്യുക. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു പോളിസി ഫ്രെയിംവർക്ക് ആണ് നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. 8 പോളിസികളാണ് നമുക്കുള്ളത്. അതിന്റെ 8ന്റെയും പേരുകളും അതുപോലെ തന്നെ വർഷവും നോക്കി വെച്ചേക്കാം. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് എടുത്ത ചോദ്യങ്ങള്. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകളിൽ നിന്ന് നമ്മൾ എടുത്ത ചോദ്യങ്ങളാണ്. അപ്പോൾ എക്സാം ഒക്കെ ആവാറായി. എല്ലാവരും എന്താ പറയാ, മാക്സിമം PYQs ചെയ്യാം. അതിനകത്തു നിന്നുള്ള ഓപ്ഷൻസിനെ അനലൈസ് ചെയ്ത് പഠിക്കുക. അപ്പോ വേറൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.